ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ലോങ് വീഡിയോസിന് എന്താ പറയുക, കൺസിസ്റ്റൻ്റായിട്ട് ഇടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വ്യൂസ് അങ്ങോട്ട് കയറുന്നില്ല. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ 5 മന്തിലെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഓൾറെഡി എനിക്കൊരു ഫസ്റ്റത്തെ ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒന്ന് ആ ഛർദിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്കൊരു 7 മന്ത് 8 മന്ത് വരെയൊക്കെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയായിരുന്നു. ഇത് സെക്കൻഡ് പ്രഗ്നൻസി ആണ്. അപ്പോൾ ഇതിൽ എന്തായാലും ഒരു 4 മന്ത് വരെ എനിക്ക് എന്തായാലും ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ബെഡിൽ നിന്ന് ഞാൻ എണീറ്റിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്നെ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകലായിരുന്നു കേട്ടോ സ്ഥിരമായിട്ടുള്ള പരിപാടി. എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്ക് അത് അപ്പം തന്നെ ഛർദ്ദിച്ച് പോവുമായിരുന്നു. അപ്പം ഞാനൊന്ന് ഏകദേശം സെറ്റായതിന് ശേഷം 5 മന്തിലെ സ്കാനിങ് മാത്രമേ എനിക്ക് വ്ളോഗൊക്കെ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്, പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ ആരോഗ്യം അതിന് സമ്മതിച്ചില്ല. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു 3 മന്തൊക്കെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങും കൂടെ വന്നായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ടെൻഷൻ അടിച്ചതിന് കയ്യും കണക്കുമില്ല. കാരണം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ലീഡിങ്ങും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആയപ്പോൾ ഞാൻ എബോഷൻ ആവുമോ അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ചിന്തിച്ചത്. അപ്പം പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, ബേബിക്ക് പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും സ്കാനിങ് ഒക്കെ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇത് 5th മന്തിലെ സ്കാനിങ് ആണ്. അപ്പം രാവിലെ അത്ര സമയമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടോ. എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനൊരു 600 സംതിങ് ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ നമ്മൾ ഇറങ്ങിയിട്ടോ അങ്ങനെ. അപ്പം നമ്മൾ ഷാജീസ് ക്ലിനിക്കിലാണ് പോകുന്നത്. പുതിയറയാണ് കേട്ടോ ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ കുറേ ഇതാക്കി നോക്കി. അതിന് ശേഷം കുറച്ചൊരു റേറ്റ് കുറവുള്ളത് തോന്നിയത് ഇവിടെയാണ് കേട്ടോ, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയത്. അപ്പോൾ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉച്ച സമയത്ത് ഇറങ്ങിയത് കൊണ്ട് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി അവിടെ ഇരുന്നിട്ട് ഇനി സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്തായാലും എന്താ പറയുക, ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റഹ്മത്ത് ഹോട്ടലിലാണ് കേട്ടോ പോയത്. ബിരിയാണി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പം ഇവിടെ ഇത് റഹ്മത്തിൽ ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറി എനിക്ക് ഒരു കിതപ്പാണ്. ഇപ്പോൾ ഈ ഒരു 5 മന്തൊക്കെ ആയി തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് കിതക്കി എനിക്കിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറാനും അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കിതപ്പാണ് എനിക്ക് വരാറുള്ളത് കേട്ടോ. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫുഡ് വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെ നമ്മൾ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്, ബീഫാണ് കേട്ടോ കഴിച്ചത്. ഈ ഛർദി ഇതൊക്കെ മാറിയിട്ടൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ്. ഈ ഒരു ബിരിയാണി അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാൻ ഇപ്പോഴാണ് ഒരു മൂഡ് വന്ന് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അതേ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് റഹ്മത്തുനിന്ന് നമ്മളിവരെ കണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിലുള്ള വിധു പ്രതാപില്ലേ, വിധു പ്രതാപിനെ കണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും വിധു പ്രതാപിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പുള്ളിക്കാരെ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ വൈഫിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, അപ്പോൾ വിധു പ്രതാപായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളത് ലബോറട്ടറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. കൊച്ചിൻ്റെ അനക്കൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കുട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവർ. നല്ല അവിടെ ഈ സ്കാനിങ് ചെയ്യുന്നിടത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാനുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് തേജലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അവളെ സ്കൂൾ ബസ് അവിടെ ഹൈലൈറ്റിൻ്റെ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. ഇനി വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വരുന്നത് കൊണ്ട് തന്നെ അന്ന് അവർക്ക് കളർ ഡ്രസ്സായിരുന്നു കേട്ടോ ഇടാണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പോൾ ഓക്കത് ഇതെന്താ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് അവൾ കഴിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു ബ്ലാക്ക് ടീ മാത്രമേ വാങ്ങിച്ചുള്ളൂ.
അപ്പം ബ്ലാക്ക് ടീ അല്ല, അത് ലെമൺ ടീ ആയിരുന്നു കേട്ടോ. അപ്പം ലെമൺ ടീ കഴിച്ചു. അപ്പോൾ ഭയങ്കര പുളിപ്പായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ചൂട് ഒടുക്കത്തെ പുളിപ്പും അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കരമായിട്ട് പുളിപ്പായിരുന്നേ. അപ്പോൾ അവളൊരു ലൈമും പിന്നെ ആ ഒരു സ്നാക്കുമാണ് കഴിച്ചത്. അങ്ങനെ ഇതേ പന്തിരങ്കാവുള്ള ടോൾ പ്ലാസ ആണ് കേട്ടോ അത്. ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സർവീസ് റോഡൊന്നും ഓപ്പൺ ആക്കാത്തതുകൊണ്ട് നമ്മൾ 2 വീലറൊക്കെ ഇതിലെ തന്നെയാണ് പോകുന്നത് കേട്ടോ. 2 വീലർ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ അതെ, നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കാണിക്കുന്ന ഡോക്ടർ ക്ലിനിക്ക് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു, ഹാപ്പിയായി. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിൽ ഇങ്ങനെ മാങ്ങേൻ്റെ സീസൺ ആകുമ്പോൾ ആളിങ്ങനെ മാങ്ങ കൊണ്ടുവച്ച് വിൽക്കാറുണ്ട് കേട്ടോ. അവരെന്നെ പൈപ്പിക്കുന്നതാണ്. അപ്പം ഭയങ്കര നല്ല വലുപ്പമുള്ളൊരു സൈസ് മാങ്ങയായിരുന്നു. അപ്പം അത് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ അത് ജസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പം ഇനി അത് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് മാങ്ങ കഴിച്ചായിരുന്നു. പിന്നെ ഈ പ്രഗ്നൻസി ഒക്കെ ഉള്ളവർ ഓവറായിട്ട് മാങ്ങയും ചക്കയൊന്നും കഴിക്കേണ്ട, പെട്ടെന്ന് ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ചെറുതായിട്ട് പണി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി, ഡോക്ടർ പറയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള ഭയങ്കര വലുപ്പമുള്ള മാങ്ങയാണ്, എൻ്റെ കൈ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി സെറ്റാക്കിട്ടോ. പിന്നെ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും അത് നമുക്ക് കാണിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്കാനിങ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്കാൻ ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവുമായിരിക്കും ജെൻഡർ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. എനിക്ക് ബോയ് ആവണമെന്നാണ്. കാരണം ആദ്യത്തേത് ഗേളായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു ബോയിനെ വേണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ഓഫ്കോഴ്സ് എനിക്ക് ബോയ് ആയാൽ മതി എന്നാണ്. ഏണ്ണ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ജെൻഡറിൽ ഉള്ള ആളെന്നൊന്നുമില്ല കേട്ടോ. തേജുവിനും അങ്ങനെ ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ ഈ തേജുവിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവൾ ഗേള് മതി എന്നൊക്കെ പറയായിരുന്നു. മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക, ഒരുക്കി കൊടുക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് തിരുത്തി കൊടുത്തു, കാരണം നമുക്ക് ബോയ് ആണോ ഗേളാണോ എന്നുള്ളത് അറിയില്ല. അപ്പം ബേബീനെ ഡെലിവറി ചെയ്താലേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. ഓക്കെ ഏതായാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതിലെത്തിയിട്ടോ. ഓക്കെ എന്തായാലും കളിക്കാൻ ഒരാൾ മതി, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അത് ഈ ഒരു ഒറ്റ മാങ്ങയാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നത്. മധുരം കുറവാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ ചുമ്മാ എക്സ്പ്രഷൻ ഇടുന്നതാണ്. മധുരമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ലൈറ്റായിട്ടുള്ള മധുരമുള്ളൂ. അതായത് മരത്തിൻ്റെ മുകളിൽ തന്നെ നന്നായിട്ട് പഴുത്തിട്ട് അല്ലാതെ ഇവർ ഏകദേശം മൂത്ത മാങ്ങ പറിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുമല്ലോ നമ്മൾ, ഈ എന്തൊക്കെ പുല്ലോ വൈക്കോലോ എന്തിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് പഴുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മധുരം കുറവുള്ളത് കേട്ടോ. വേണ്ടത് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഏകദേശം ആ ഒരു ഭയങ്കര വെയിലുള്ള ടൈമിലാണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് തേജലിൻ്റെ മീൻ കേട്ടോ. അപ്പം ഇത് ഞാൻ വേറൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവളുടെ മീനിൻ്റെ കുറേ മീനൊക്കെ ചത്തുപോയി കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ തേജുവിന് ഞാൻ കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.